മലപ്പുറം താനൂരിൽ പ്രചരണത്തിനിറങ്ങാതെ മാറി നിൽക്കുന്ന LDF സ്ഥാനാർത്ഥി മന്ത്രി വി അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം തുടങ്ങി. വി അബ്ദുറഹ്മാൻ മത്സരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മറ്റു പേരുകൾ പരിഗണിക്കും. അതേസമയം മങ്കട മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച MP അലവിയെ മാറ്റി ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ CPM നീക്കം തുടങ്ങി. CPIയും സ്വതന്ത്രം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നറിയുന്നു. കൂടുതൽ വിവരങ്ങളുമായി R ശ്രീജിത്ത് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ശ്രീജിത്ത്. CPIM സ്വതന്ത്രം മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കോട്ടക്കൽ, കൊടുവള്ളി, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ആലോചനകളിലാണ് CPIM നേതൃത്വം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയെങ്കിലും പ്രഖ്യാപനം നടത്താനാണ് നീക്കം. എന്നാൽ ഇതിനിടയ്ക്ക് CPIMന് തലവേദനയായിരിക്കുന്നത് താനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാത്തതാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും പാർട്ടി നിർബന്ധിച്ച് കളത്തിലിറക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് വരാൻ മടിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമം നടക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ വഴങ്ങുന്നില്ലെങ്കിൽ അവിടെ ലീഗ് വിമതനെ താനൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ട്. താനൂരിൽ ലീഗ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് MSFന്റെ നേതാവ് PK നവാസിനെയാണ്. നവാസിന്റെ സ്ഥാനാർത്ഥിനെതിരെ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരിൽ ആരെയെങ്കിലും അവിടെ വിമതനായി കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമവും CPM ഇതിന് സമാന്തരമായി നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിലും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് CPIമിനകത്ത് നടക്കുന്നത്. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മങ്കടയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് MP അലവിയാണ്. അലവിക്ക് പകരം ലീഗിന്റെ മങ്കട നിയോജകമണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് CPM ആലോചിക്കുന്നത്. അവിടെ മഞ്ചാംകുഴി അലിയെ മത്സരിപ്പിക്കുന്നതിനെ അവിടെ കുന്നത്ത് മുഹമ്മദ് എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ എതിർപ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ കുന്നത്ത് മുഹമ്മദിനെ വിമത സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് CPM ആലോചിക്കുന്നത്. എന്നാലും പാലക്കാട് ഉൾപ്പെടെയുള്ള 5 സ്വതന്ത്രം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ CPM നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.